കടൽ കൊള്ളക്കാർ കപ്പൽ റാഞ്ചിയതിനു പിന്നാലെ അറബിക്കടലിൽ നിരീക്ഷണം ശക്തമാക്കി നാവികസേന. കൂടുതൽ യുദ്ധക്കപ്പലുകൾ അറബിക്കടലിൽ വിന്യസിക്കും. നാവികസേന മോചിപ്പിച്ച കപ്പൽ ഉടൻ ബഹ്റൈൻ തീരത്തേക്ക് നീങ്ങും. സൊമാലിയൻ തീരത്ത് കപ്പൽ റാഞ്ചിയ സംഭവത്തിൽ നാവികസേന അന്വേഷണം തുടരുകയാണ്. സമീപത്തെ സംശയാസ്പദമായുള്ള കപ്പൽ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കി. കപ്പലിന്റെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള തകരാർ പരിഹരിച്ച് വൈകാതെ യുദ്ധക്കപ്പലിന്റെ അകമ്പടിയോടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങും. 15 ഇന്ത്യക്കാർ ഉൾപ്പെടെ 21 ജീവനക്കാരും സുരക്ഷിതരാണ്. ഡ്രോൺ ആക്രമണം, കടൽ കൊള്ളക്കാരുടെ റാഞ്ചൽ എന്നിവ കണക്കിലെടുത്ത് അറബിക്കടലിൽ നാവികസേന നിരീക്ഷണം ശക്തമാക്കി. കടൽ കൊള്ളക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാനാണ് നാവികസേനാ മേധാവി നൽകിയ നിർദ്ദേശം. 4 യുദ്ധക്കപ്പലുകളെ വിന്യസിച്ചാകും അറബിക്കടലിലെ നിരീക്ഷണം. ഇന്നലെ മണിക്കൂറുകൾ നീണ്ട ദൌത്യത്തിനൊടുവിലാണ് കമാൻഡോകളുടെ സഹായത്തോടെ MV ലീല നോർഫോൾക്ക് എന്ന കപ്പൽ കടൽ കൊള്ളക്കാരിൽ നിന്ന് മോചിപ്പിച്ചത്. നാവികസേന നൽകിയ താക്കീതിൽ കടൽ കൊള്ളക്കാർ കപ്പൽ ഉപേക്ഷിച്ച് പോവുകയായിരുന്നുവെന്ന് നാവികസേന അറിയിച്ചു. ബ്രസീലിലെ പോർട്ടോ ഡു അക്യുവിൽ നിന്ന് ബഹ്റൈനിലെ ഖലീഫ ബിൻ സൽമാൻ തുറമുഖത്തേക്കുള്ള യാത്രാമധ്യേയാണ് കടൽ കൊള്ളക്കാർ കപ്പൽ റാഞ്ചിയത്. 24 ഡൽഹി. ഈ റിപ്പോർട്ടോടെ പോലീസ് ചെറി പൂർണ്ണമാകുന്നു. ക്രൈം വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി പോലീസ് ചെറി നാളെ ഉച്ചയ്ക്ക് 2:30 കാണാം. നന്ദി.